വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രി ഗവർണർ പോര് സംസ്ഥാനത്ത് മുറുകുകയാണ്. ബില്ലുകളിൽ ഒപ്പുവയ്ക്കുന്നതിൽ കാരണം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് ഗവർണറുടെ മറുപടി. ചില ബില്ലുകൾ നിയമാനുസൃതമല്ലെന്ന കാരണം ചൂണ്ടിക്കാണിക്കുകയാണ് ഗവർണർ. ഇതിൽ മന്ത്രിമാർ നേരിട്ട് വിശദീകരണം നൽകിയിട്ടില്ലെന്നും ഗവർണർ മറുപടി നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശരത് കെ ശശി ചേരുന്നു. ശരത്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ചില ബില്ലുകൾ, അതായത് 8ഓളം ബില്ലുകളാണ് ഗവർണറുടെ അനുമതി രാജ്ഭവനിൽ കാത്തു കിടക്കുന്നത്. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് നിയമാനുസൃതമാണെന്ന് ഉറപ്പില്ല എന്നാണ് ഗവർണർ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബദ്ധ ഒരു സർക്കാരും ഗവർണറും തമ്മിൽ ഒരു വലിയ യുദ്ധ അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം നിലവിലില്ല. ഒരു സ്വാഭാവികമായും ഈ ഗവർണറുടെ പരിഗണനയിൽ നിലവിൽ ചില ബില്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കത്തിടപാടുകളാണ് ഈ കൂട്ടരും കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ 8ഓളം ബില്ലുകൾ ഒപ്പിടാത്ത കാര്യം ചൂണ്ടിക്കാണിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്തയച്ചിരുന്നത്. അതിന്റെ മറുപടിയായാണ് ഇപ്പോൾ ഗവർണർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് ചില ബില്ലുകൾ നിയമാനുസൃതമാണോ എന്ന് ഉറപ്പില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ചില ബില്ലുകളിൽ സർക്കാർ അധികാര പരിധി മറികടന്ന് നിയമനിർമ്മാണം നടത്തിയോ എന്നുള്ള സംശയമുണ്ട് എന്നും അദ്ദേഹം ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ കത്തിൽ പ്രധാനമായും ഈ ബില്ലുകൾ ഒപ്പിടാത്തതിന്റെ കാരണമായി ഗവർണർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഗവർണർ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞതാണ്. സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ല് അത് അധികാര പരിധി കടന്നു എന്നുള്ള സംശയം ഗവർണർ പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് അത് കത്തിടപാടിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഗവർണർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രതികരണം, ഈ ഒരു കത്ത് ഒരു ഏറ്റുമുട്ടലിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി എന്ന് പറയാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുകയില്ല. ഏതായാലും ഈ കത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവർണർ പറഞ്ഞിരിക്കുന്നത്, ഈ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ നേരിട്ട് വിശദീകരണം നൽകുമെന്ന് മുൻപ് അറിയിച്ചിരുന്നു. അങ്ങനെ ഇതേവരെ മന്ത്രിമാർ വിശദീകരണം നൽകിയിട്ടില്ല. മന്ത്രിമാർ വരുന്ന മുറയ്ക്ക് അങ്ങനെ ഈ വിഷയങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി, ഗവർണറുടെ സംശയങ്ങൾക്ക് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി മന്ത്രിമാർ വരാൻ സന്നദ്ധരാണെങ്കിൽ അവരെ കേൾക്കാം എന്നുമാണ് ഈ കത്തിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. ശരത്, അതുപോലെ തന്നെ ഇത് നേരത്തെ നമുക്കറിയാം, അതായത് താനുമായി ബന്ധപ്പെട്ട ബില്ലുകളിൽ ഒപ്പിടില്ല എന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ ഗവർണർ സർക്കാരിനെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് വേണമെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ ഗവർണറുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു പുനഃപരിശോധനയ്ക്ക് നിയമസഭയിലേക്ക് തിരിച്ചയക്കാനും ഗവർണർക്ക് സാധിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാനും ഗവർണർക്ക് സാധിക്കും. ഒരു പക്ഷേ എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഈ 8 ബില്ലുകളുമായി ബന്ധപ്പെട്ട ഒരു ഭാവി എന്തായിരിക്കും ഈ ബില്ലുകളുടെ? സർക്കാർ ഒരുപക്ഷെ ഗവർണർ അനിശ്ചിതകാലമായി ഈ വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ നിയമ നടപടി ആലോചിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അത് സംബന്ധിച്ച് നിയമോപദേശം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായൊക്കെ തന്നെ സർക്കാർ തേടിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ ഗവർണർ തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. മറുവശത്ത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. താനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അത് അദ്ദേഹം ഈ ചാൻസലർ ബില്ലുമായി ബന്ധപ്പെട്ടാണ് തന്നെ കൂടി ബാധിക്കുന്ന ബില്ല് എന്ന പരാമർശം നടത്തിയിരിക്കുന്നത്. ആ ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, രാഷ്ട്രപതിക്ക് ബില്ല് അയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഗവർണർ ബില്ല് നിയമസഭയിലേക്ക് തിരിച്ചയക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഭദ്ര, ശരത്, മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ശരത്ത് നേരത്തെ പറഞ്ഞു ഇതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ശരത്ത് സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മന്ത്രിമാർ ഈ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി, അതായത് ഗവർണറുടെ രാജ്ഭവനിൽ എത്താതെ പുറത്തു വെച്ച് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യതകളിലേക്ക് മന്ത്രിമാർ നീങ്ങുകയുണ്ടായി. പക്ഷേ ഗവർണർ അവരോട് പറഞ്ഞത് നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, രാജ്ഭവനിൽ വന്ന് തന്നെ കാണണം എന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്.
ഭദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഈ മന്ത്രിമാർ നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ അവരെ കേൾക്കാൻ തയ്യാറാണ് എന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രാജ്ഭവനും തമ്മിൽ ചില കത്തിടപാടുകൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ കത്തിടപാടുകളിലും മന്ത്രിമാർ വിശദീകരണം ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് നൽകുകയാണെങ്കിൽ അത് കേൾക്കാമെന്ന് ഗവർണർ അറിയിക്കുകയാണ് ചെയ്തത്. അതേ കാര്യം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കത്തിലൂടെയും പുതിയ കത്തിലൂടെയും മുഖ്യമന്ത്രിയെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ കത്തിടപാടിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കങ്ങൾ അത് നേരത്തെ തന്നെ ഗവർണർ പരസ്യമായി പറഞ്ഞതും അതോടൊപ്പം തന്നെ ഇതിനു മുൻപും മുഖ്യമന്ത്രിയുമായി കത്തിടപാടിലൂടെ സംസാരിച്ചതുമാണ്. അതുകൊണ്ട് ഈ ഒരു കത്തിനെ സർക്കാരും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ഈ ഒരു ഘട്ടത്തിൽ കാണാനാകില്ല. വ്യക്തമാണ് ശരത്. 8 ബില്ലുകളാണ് ഗവർണറുടെ ഒപ്പിനായി രാജ്ഭവനിൽ കാത്തുകിടക്കുന്നത്. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഗവർണർ ഇതെല്ലാം കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള മറുപടിയും നൽകിയിരിക്കുകയാണ്. ചില ബില്ലുകൾ നിയമാനുസൃതമെന്ന് ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഗവർണർ വ്യക്തമാക്കിയത്. ഇതിൽ മന്ത്രിമാർ നേരിട്ട് വിശദീകരണം നൽകണം എന്നാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടിയിൽ നൽകിയിരിക്കുന്നത്. ഇനി നിയമപരമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമോ, ഗവർണറുടെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇതെല്ലാം അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. വിവരങ്ങൾ നൽകിയത് ശരത് കെ ശശിയാണ്.